കരം ഫ്രം ദ ഡയറക്ടർ ഓഫ് വർഷങ്ങൾക്ക് ശേഷം ആൻഡ് ഹൃദയം. ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് ഞാൻ പറയാതിരിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 2 സിനിമ ഇറങ്ങിയ സമയത്തും വിനീത് ശ്രീനിവാസൻ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടതാണ്. ക്രിഞ്ച് ഡയറക്ടർ അങ്ങനെ തുടങ്ങി ഒരുപാട് പട്ടങ്ങൾ പുള്ളിക്ക് ചാർത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ കരം ഇറക്കി വിടാനായപ്പോൾ അവർ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടി ആ സിനിമ ഇറക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്താ ചെയ്യുക, ഒരു മാറ്റവും ഇല്ല. പ്രൊഡ്യൂസ്ഡ് ബൈ നൺ അതർ ദാൻ വിനീത് ശ്രീനിവാസൻ ആൻഡ് വിശാഖ് സുബ്രഹ്മണ്യം, മെറിലാൻഡ് പ്രൊഡക്ഷൻസ്. അപ്പോൾ വിശാഖ് സുബ്രഹ്മണ്യം കുറച്ച് മുമ്പുള്ളൊരു ഇൻ്റർവ്യൂവിലും കണ്ടാണെന്ന് തോന്നുന്നു, ഇനി മെറിലാൻഡ് വിനീത് ശ്രീനിവാസൻ്റെ സിനിമകൾ മാത്രമേ, ഈ ഒരു ടീമിൻ്റെ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. മിക്കവാറും ഈ സിനിമയോട് കൂടി അത് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറിയും റൈറ്റിങ്ങും നായകനായിട്ട് അഭിനയിച്ച നോബിൾ ബാബു തോമസ് തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ജോമോണ്ടി ജോൺ, മ്യൂസിക് ഷാൻ റഹ്മാനാണ്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എഡിറ്റിംഗ് രഞ്ജൻ അബ്രഹാമാണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ സ്ഥിരം ടീംസ് എല്ലാം ആണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് നായകനായിട്ട് നോബിൾ, നായികയായിട്ട് ഓഡ്രി മറിയം, പിന്നെ വില്ലനായിട്ട് നമ്മുടെ കോച്ച്, ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിരുന്ന ഉക്കമനോവിച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ഷാജോൺ ഉണ്ട്, ബാബുരാജ് ഉണ്ട്, പിന്നെ മനോജ് കെ ജയൻ, ജോണി ആൻ്റണി, ശ്വേത മേനോൻ ഇവരൊക്കെയാണ് വന്നിരിക്കുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ ദേവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് നോബിൾ ചെയ്തിട്ടുള്ളത് നായകനായിട്ടുള്ള. അപ്പം ആളൊരു എക്സ് മിലിറ്ററി ഓഫീസറായിട്ടാണ് വരുന്നത്. അപ്പോൾ കഥയുടെ പ്രസൻറ്റ് ടൈമിലേക്ക് വരുമ്പോൾ ആൾ കുടുംബവുമായിട്ട് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അവരൊക്കെ ഒരു ട്രാവൽ പോകുന്നതാണ്, അല്ല നാർക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് യാത്ര പോകുന്നതാണ് സിനിമയുടെ ഒരു ബേസിക് പശ്ചാത്തലം. അങ്ങനെ സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും മനസ്സിലായി വിനീത് ശ്രീനിവാസൻ ആ പഴയ പരിപാടികൾ, അതായത് വർഷങ്ങൾക്ക് ശേഷം ഹൃദയം ഒന്ന് എടുത്തു വെച്ച വിനീത് ശ്രീനിവാസൻ നമ്മളെ വിട്ട് പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പായി. ഇതിൻ്റെ സ്റ്റോറി വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഒരുപാട് കേട്ട കഥയാണെങ്കിൽ പോലും കുഴപ്പമുണ്ടായില്ല. പക്ഷെ അത് സ്ക്രീൻ പ്ലേയിലോട്ട് എത്തിയപ്പോൾ കുറച്ച് അവസ്ഥയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഡയറക്ഷനിലേക്ക് എത്തിയപ്പോൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയ പോലെയാണ് തോന്നിയത്. കാരണം ഇതേ ഫോർമുലയിൽ ഇതേപോലെ വന്ന ഒരുപാട് സിനിമകൾ, എത്രയോ നല്ല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഇത്തരം ത്രില്ലർ മൂഡിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഫോർമുല ഉണ്ട്. ഇന്ന സ്ഥലത്ത് തുടങ്ങി ഇന്ന സ്ഥലത്ത് അവസാനിക്കുന്നു എന്നുള്ളൊരു സംഗതി. ആ പരിപാടി ഈ സിനിമയെ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളിനെ നമ്മൾ ഇന്നൊന്നല്ലേ കാണാൻ തുടങ്ങിയതല്ല. മലർവാടി മുതൽ, തട്ടത്തിമറയത്ത് മുതൽ, ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം വരെ പുള്ളിനെ നമ്മൾ കണ്ടു. അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള കുറേ പരിപാടികൾ നമുക്കറിയാം. ആ ഒരു പരിപാടികൾ ഇങ്ങനൊരു സിനിമയുടെ അകത്തേക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ അതതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റാൻ നോക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏച്ചുകെട്ടലുകൾ, മുഴച്ചു നിൽക്കലുകൾ, ഇതൊക്കെ ഭീകരമായിട്ട് ഈ സിനിമയുടെ അകത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ് ഡിറക്ഷൻ്റെ പാളിച്ചയായിട്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിന് എക്സാമ്പിളായിട്ട് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഇങ്ങനെ മൂടുള്ളൊരു സിനിമയുടെ അകത്ത് എന്തിനാണ് കോമഡി? എന്തിനാണ് ആവശ്യമില്ലാതെ കോമഡി കുത്തിക്കയറ്റാൻ നോക്കുന്നത്? ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് അറിഞ്ഞിട്ടും ചില ക്യാരക്ടേഴ്സിനെ കൊണ്ട് ചില ഡയലോഗ്സ്, ചില റെഫറൻസുകൾ, ആവശ്യമില്ലാത്ത സംഗതികൾ കൊണ്ടുവന്ന് ആരെയാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ആളുകളെ ചിരിപ്പിച്ചിട്ട് ആളുകൾ ഇതിന് ചിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കെന്തായാലും അത് തോന്നുന്നില്ല. ഈ സിനിമയിൽ ബാബുരാജ് ചെയ്ത ക്യാരക്ടർ മാത്രം എടുക്കുക. എന്തിനാണ് അങ്ങനെ ഒരു ക്യാരക്ടർ? ആൾക്ക് എന്തായിരുന്നു ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ടായിരുന്നത്? അത് കോമഡിക്ക് വേണ്ടി മാത്രം. പണ്ട് തമിഴ് സിനിമയിലൊക്കെ വടിവേലൊക്കെ പോലത്തെ ആളുകൾ വന്ന് ചെയ്തുകൊണ്ടിരുന്ന, അതൊക്കെ ത്രൂ ഔട്ട് ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സ് ആണെന്ന് പോകണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ക്യാരക്ടർ എന്തിനു വന്നു, ഏതിന് വന്നു? ആ നമ്മുടെ കോച്ച്, ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച്, പുള്ളിയാണതിൽ ഇത്തിരെങ്കിലും നന്നായിട്ടൊരു പെർഫോമൻസ് ചെയ്തു എന്ന് പറയുന്നതിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പുള്ളീൻ്റെ പോലും ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് കൂടെ ബാബുരാജിൻ്റെ ഈ ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ട് വെറും കോമാളിത്തരം കാണിച്ച് അവിടെ നശിപ്പിച്ച് കളഞ്ഞു എന്ന് മാത്രം പറയാനുള്ളൂ. പിന്നെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, ബാക്കി ടെക്നിക്കൽ പരിപാടികൾ, സൗണ്ടിങ് പരിപാടികളൊക്കെ ആവറേജ് ആയിട്ട് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. ഇപ്പോൾ ഈവൻ സിനിമാറ്റോഗ്രാഫിയുടെ കേസിലേക്ക് വരുമ്പോൾ ജോമോണ്ടി ജോൺ ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ഫ്രെയിമുകളോ പരിപാടികളോ ഒന്നും കാണാൻ സാധിച്ചില്ല. ഇനി പറയാനുള്ളത് ഈ സിനിമയുടെ മ്യൂസിക് സൈഡാണ്. അപ്പോൾ അതെനിക്ക് കുറച്ചധികം പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അവസാനത്തോട് മാറ്റി വെച്ചത്. ഷാൻ റഹ്മാൻ ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം തിര, വിനീത് ശ്രീനിവാസൻ്റെ ഒരുവിധം സിനിമകളൊക്കെ പുള്ളി തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 പടങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പുള്ളി തന്നെയാണ്. അപ്പോൾ പുള്ളി ഒരു പ്രൂവൺ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്.
പക്ഷേ കരത്തിലേക്ക് വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവണില്ല. ഈ സിനിമയിലെ സോങ്സ് ആയി കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയി കഴിഞ്ഞാലും സിനിമ കാണുന്ന സമയത്ത് ഒരു പോയിന്റ് പോലും നമ്മൾ ഇമ്പ്രസ് ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല, അത് അത്രയും അതിൻ്റെ സ്റ്റാൻഡേർഡ് അത്രയും ലോ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു മല്ലു ഹീറോ സായിപ്പന്മാരെ അടിച്ചിടുന്നു, ഫൈറ്റ് ചെയ്യുന്നു അവരുമായിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെണ്ട മേളം സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൈയടിക്കണം. നിങ്ങളൊക്കെ ഏത് കൊല്ലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാൻ റഹ്മാൻ്റെ ഒരു സ്ട്രോങ് സൈഡ് ഉണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ആട് പോലത്തെ ആ ഫ്രാഞ്ചൈസിക്ക് പുള്ളിയാണ് സ്കോർ ചെയ്യുന്നത്. തട്ടത്തിൻ മറയത്ത് പുള്ളിയാണ്, മ്യൂസിക് അടക്കം പാട്ടുകളടക്കം പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് നമ്മൾ കണ്ടതാണ്. തീരെ പുള്ളിയാണ് ചെയ്തത്, നമുക്കറിയാം. ആ സമയത്ത് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ കരത്തിലേക്ക് വന്ന സമയത്ത് തീരെ ചെയ്ത സമയത്ത് എടുത്തു വെച്ച ആർക്കൈവ്സിൽ ഉണ്ടായിരുന്ന ഫയലും കൊണ്ടാണോ പുള്ളി കരം സിനിമ ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്യാൻ വന്നത്? കാരണം ആ തീരാതെ നീളുന്നേ തോരാതെ ഏറുന്നേ എന്ന് പറയുന്ന പാട്ടിൽ അതേ ലിറിക്സ് പോലും ഇതിൻ്റെ അകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നേ പറയാൻ തോന്നുള്ളൂ, മലയാളി പ്രേക്ഷകരെ നിങ്ങളിങ്ങനെ വില കുറച്ച് കാണല്ലേ. കാരണം മലയാളി പ്രേക്ഷകർ ചില കാര്യങ്ങൾക്ക്, ചില ഗിമ്മിക്സുകൾക്കൊക്കെ കൈയടിച്ചിട്ടുണ്ട്, പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്, ആർപ്പ് വിളിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിപ്പോഴും ഈ 2025-ലും അവർ കൈയടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടത്തരല്ലേ. കാരണം ഈ സിനിമയുടെ അകത്തോട്ട് തന്നെ വരുന്ന സമയത്ത് ഷാജോണിൻ്റെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പുള്ളി പറയുന്നു രജനീകാന്ത്, പുള്ളിയുടെ ശരിക്കുള്ള പേരാണെങ്കിൽ കമലും. അപ്പോൾ കമൽഹാസൻ, രജനീകാന്ത്. ഇതൊക്കെ എന്ത് തരം കോമഡിയാണ്? ഇതിന് ഞങ്ങൾ ചിരിക്കണോ? അപ്പോൾ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. അപ്പം അകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു പെങ്കൊച്ച് തുമ്മുന്നു, അപ്പോൾ പുറത്തുള്ള ഒരാൾ വീണ്ടും തുമ്മുന്നു. അപ്പോൾ അകത്തുള്ള ആൾ തുമ്മുന്ന് പുറത്തുള്ള ആൾ കേട്ടില്ല, അപ്പോൾ വില്ലൻ ഇത് കേൾക്കുന്നില്ല. ഇതൊക്കെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഈ സിനിമയുടെ അകത്ത്. ഇത്തരം ഗിമ്മിക്സുകൾ ഇവർ ട്രൈ ചെയ്ത് കുറേ കോമഡി പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ അധികം അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോഴും അതിന് മലയാളി പ്രേക്ഷകർ കൈയടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടി കിട്ടാത്തത് നിങ്ങൾക്കാണ്, പ്രേക്ഷകർക്കല്ല. അപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാം. ചിലർക്ക് ഇഷ്ടമാവാം, ഇഷ്ടമാവാതിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞാൻ എന്തായാലും പേഴ്സണലി ഈ സിനിമ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കരം. ബൈ.